കറക്റ്റാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ കയ്യിൽ പൈസ വേണം, നമ്മുടെ കാശുണ്ടെങ്കിൽ നമുക്ക് വിലയുണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് നമ്മൾ ഒരു വില ഉണ്ടാവില്ല. അത് തന്നെയാ സാറേ, എന്റെ കൈ കാശ് വേണം. അതിന് സാറ് പോവേണ്ട സ്ഥലം പറ. കറക്റ്റാണ്, അതാണ് ഞാൻ പറഞ്ഞത്. എടോ, ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആളുകളെ മനസ്സിലാകുന്നത്. ഫിലോസഫി ഒന്നുമല്ലോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വന്തമായിട്ട് അനുഭവിച്ചതിന്റെ പേരിൽ പറയാണ്. എന്റെ പൊന്നു സാറേ, എനിക്ക് പോയിട്ട് വേറെ ഓട്ടോ ഉള്ളതാണ്. കറക്റ്റ്. ഹലോ, കറക്റ്റ്. ഒരു മിനിറ്റ്. പമ്പ് ജംഗ്ഷൻ സ്ഥലം പറയാണ്ട് പമ്പ് ജംഗ്ഷനിലേക്ക് വണ്ടി എടുക്ക്. എടോ, പബ്ലിക് സ്മോക്കിംഗ് തെറ്റാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ? കറക്റ്റാണ്. തീർത്ത് കളഞ്ഞില്ല, പിന്നെ എന്തിനാ സാറ് വെറുതെ വണ്ടി എടുക്ക്. ഹലോ, അതെ ഞാൻ പറഞ്ഞ പൈസ അറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്. 900 രൂപയ്ക്ക് ഒരുപാട് അറിവുകൾ. ഇസ്താംബൂൾ എന്ന നഗരം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയോ? പറയൂ. പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് അറിയോ? ഫിലോഡൽഫിയ എന്ന രാജ്യത്തിന്റെ ഈ പേര് ഏത് ഫ്രൂട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് അറിയോ? അറിയാം. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട ശാസ്ത്രജ്ഞൻ ആരാണെന്നറിയോ? അറിയാം. ആരാ? ഐൻസ്റ്റീൻ. ഐൻസ്റ്റീൻ. അതാരാ? ഹലോ വേണോട്ടാ, ഞാനേ ഞാൻ ഈ എൻജോ കോട്ടസിന്റെ ബസ് സ്റ്റോപ്പിന്റെ അടുത്തുണ്ട്. എവിടെ ഇസ്താംബൂൾ നഗരം ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയാം? അതല്ല, അല്ല ഇന്നതാ കച്ചവടം മുടങ്ങും. നാളെ രാവിലെ ശരി. ഞാനുണ്ടാവും. ഇതെങ്കിലും നടന്നാ മതി. ടൈം നന്നാകണം. സാറിന് എന്താ ഇടപാട്? കച്ചവട സ്ഥലത്തിൻ്റെ അതുകൊണ്ട് എന്താ നടക്കണ്ടോ? ടൈം നല്ലതാണ്. ആട്ടുകാട്ട് പെറുക്കിട്ടാലും സ്വർണത്തിൻ്റെ വില കിട്ടും. നല്ലതല്ലെങ്കിലോ സ്വർണത്തിന് ആട്ടുകാട്ടത്തിൻ്റെ വില. ടൈം നല്ലതാണെന്ന് നമ്മളിപ്പോൾ എങ്ങനെ അറിയും? അങ്ങനെ ചോദിക്കിങ്ങൾ. എന്തത് ടൈം നല്ലതാണോന്ന് അറിയാം. 30 ഉറുപ്പ്യ ഇതൊന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാനൊരു കാരണമായി. 30 ഉറുപ്പ്യക്ക് എവിടെ കിട്ടും ഇത്രയും പ്രതീക്ഷ ഒക്കെ തെറ്റിയിരിക്കാൻ മോനെ. പോട്ടെ. ഇന്നത്തെ എല്ലാ പ്രതീക്ഷയും പോവുകയാണല്ലോ. പലമാതിരി ആളുകളില്ലേ, പല വഴിയെ പായുകയല്ലേ, എങ്ങോട്ടാണിങ്ങനെയോടിപ്പോകണതീ ലോകം. പലമാതിരി ആളുകളില്ലേ, പല വഴിയെ പായുകയല്ലേ, എങ്ങോട്ടാണിങ്ങനെയോടിപ്പോകണതീ ലോകം. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാണല്ലേ. ഹലോ, ഞാൻ പുറത്താണ്, ഞാൻ തന്നെ വിളിക്കാം. അതെ. പലമാതിരി ആളുകളില്ലേ, പല വഴിയെ പായുകയല്ലേ, എങ്ങോട്ടാണിങ്ങനെയോടിപ്പോകണ. എന്തെങ്കിലും പണി ചെയ്യടാ. രക്ഷപ്പെട്ടു. അമ്മ എന്നെ രക്ഷിക്കണേ, മറക്കൂ. സുഖമൊത്തിരി കാണും, പക്ഷേ കടമിത്തിരി കാണില്ലേ. കടമിത്തിരി ഇല്ലെന്നുണ്ടേ സുഖമില്ലാത്തോരില്ലേ. സുഖമൊത്തിരി കാണും, പക്ഷേ കടമിത്തിരി കാണില്ലേ. കടമിത്തിരി ഇല്ലെന്നുണ്ടേ സുഖമില്ലാത്തോരില്ലേ. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാണല്ലേ. പലമാതിരി ആളുകളില്ലേ, പല വഴിയെ പായുകയല്ലേ, എങ്ങോട്ടാണിങ്ങനെയോടിപ്പോകണതീ ലോകം.
ചേട്ടാ വേണ്ട ചേട്ടാ അവനൊന്നും എടുത്തോ കാശില്ല ചേട്ടാ അടിച്ചാ സ്കൂളിൽ പോണ്ടാ പണമെത്ത വിരിച്ചു കിടപ്പോരും പണി ചെയ്യാതുണ്ണുന്നോരും ദിക്കിണക്ക് നക്ക് ദിന ദിക്കിണക്ക് നക്ക് ദിന ചങ്കൊട്ടുമുറപ്പില്ലാത്തോരും ചിന്തിച്ചു കുഴങ്ങുന്നുണ്ടേ കണക്ക് ദിനതോ കണക്ക് ദിനത പണമെത്ത വിരിച്ചു കിടപ്പോരും പണി ചെയ്യാതുണ്ണുന്നോരും ചങ്കൊട്ടുമുറപ്പില്ലാത്തോരും ചിന്തിച്ചു കുഴങ്ങുന്നുണ്ടേ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാണല്ലേ പല മാതിരി ആളുകളില്ലേ പല വഴിയെ പായുകയല്ലേ എങ്ങോട്ടാണ് ഇങ്ങനെ ഓടിപ്പോകണത് ഈ ലോകം പലമാതിരി ആളുകളില്ലേ പല വഴിയെ പായുകയല്ലേ എങ്ങോട്ടാണ് ഇങ്ങനെ ഓടിപ്പോകണത് ഈ ലോകം ഒരു ബൗൺസർ ചേട്ടാ രണ്ടാമത്തെ ഓവറുണ്ടല്ലോ പുതിയൊരു ബ്രാൻഡ് ഇറങ്ങിയിട്ടുണ്ട്, ക്ഷീണമില്ലാത്ര. ഞാൻ അത് പറഞ്ഞ് വീണ്ടും തുടങ്ങിക്കോ. നിങ്ങളല്ലേ മൂത്രം വെച്ചിട്ട് വരാം. കള്ളുടി നിർത്തിയ പിന്നെ മൂത്രം കുറവാണ്. അതൊരു മണത്തിനൊരു കുറവുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെയാണല്ലേ അങ്ങനെ തന്നെയാണോ? കറണ്ട് പോയി. ഇനി വല്ല ബെനിനിടാം. തമ്മിണ കറണ്ട് ഇല്ലട്ടാ. ഒട്ടുമില്ലേ? ഇതേ കാർബൈഡ് തിരുന്നിരിക്കണ്ട. ആ സാധനം വാങ്ങിക്കണം. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ബോട്ട് കിട്ടാവോ? കുടി നിർത്തിയ പിന്നെ വല്ലാത്ത ഒറ്റപ്പെടലാണ്. 8 ദിവസമായില്ലേ കുടി നിർത്തിയിട്ട്? 8 ദിവസമായി. വലിയ കാര്യം. ആ നീ പോയിട്ട് പെട്ടെന്ന് വാ. അതെ പെങ്ങളുടെ കാര്യം കൊണ്ട് മാത്രം പോണത് തമ്മിണ. ഇതേ പോയിട്ട് പെട്ടെന്ന് വരാട്ടാ. ആ പണിയൊക്കെ വേഗം തീർത്തേക്ക്. പണിന്റെ പട്ടി തീർക്കും. തീർത്തല്ലേ പറ്റൂ. തപസ്സിരിക്കല്ലേ പിശാച് മോറാൻ. ഓ ആ ഉറങ്ങി. തമ്മിണ ഞാൻ ഇറങ്ങണ്ടാ. ആ അതെ കുടി നിർത്തിയ കേസൊക്കെ അമ്മയോട് പറയണ്ടാ. ആ എടാ ജോസേ, സത്യം പറഞ്ഞാ കുടി നിർത്തുമ്പോ തന്നെ എടാ അതിന്റെ സുഖം. അതല്ലേ പറഞ്ഞേ. ഇപ്പൊ രാവിലെ പത്രക്കാരെ കാണാം, പാൽക്കാരെ കാണാം, നല്ല സുഖാ. അണിബിനെ ഡൈവേഴ്സ് ചെയ്തപ്പോ സുഖം മനസ്സിലായതുകൊണ്ടാണ്. ആ, അതെ, അതെ. നന്നാം തീരുമാനിച്ചില്ല എന്റെ തമ്പി കൂടിയ. നീയേ വരുമ്പോ ആ നാട സാധനല്ലേ അത് ലേശം മാറ്റിക്കൊണ്ട് പോയി. തമ്മിയാണ് ഇപ്പൊ പറഞ്ഞു കുടി നിർത്തി പറഞ്ഞിട്ട്. നിർത്തിയടാ, കുടി നിർത്തി. നിർത്തുമ്പോ അതിന്റെ ഒരു സുഖമുണ്ട്. പക്ഷെ ആ സുഖം ഇടയ്ക്കിടയ്ക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് വീണ്ടും തുടങ്ങണ്ടേ? അപ്പൊ നമ്മളിത് നിർത്തുന്നു, തുടങ്ങുന്നു, നിർത്തുന്നു, തുടങ്ങുന്നു, അങ്ങനെ പോവാ. തമ്മിളിനൊന്നും ഒരു കാലത്ത് നന്നാവില്ല. ഇങ്ങനെ കുടിച്ച പണി തീർന്നിട്ടും. ആ പണി എന്നായാലും തീരും. ആ പണി കഴിഞ്ഞ ആ പണി കഴിയും. രാവിലെ തന്നെ മനുഷ്യനെ വിളിച്ചുണർത്തിയിട്ട് പണി കഴിഞ്ഞാ കിണി കഴിഞ്ഞെന്ന് ചോദിച്ചോണ്ടിരിക്കും പിശാശി.